നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു FortiGate ഫയർവാളും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇലാസ്റ്റിക് ഇൻ്റർഫേസസുമാണ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസസുമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു FortiGate ഫയർവാൾ നമുക്ക് എങ്ങനെയാണ് AWSൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കണം. അതുപോലെ ഈ ഒരു ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ബൈ ഡിഫോൾട്ട് അതിനൊരു ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ക്രിയേറ്റ് ആയി വരും. അതാണ് ഈ ഒരു WAN ഇൻ്റർഫേസ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇൻസ്റ്റൻസിൻ്റെ കൂടെ തന്നെ ഡിപ്ലോയ് ആയിട്ട് വരും ഒരു ഇൻ്റർഫേസ്. അത് കൂടാതെ നമുക്ക് ഈ ഫയർവാളിൻ്റെ ലാൻഡ് സൈഡിലുള്ള കണക്ടിവിറ്റിക്ക് അതിൻ്റെ ബാക്ക് എൻഡ് ലെഗായിട്ട് ഉള്ള അവിടെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ വെബ് സെർവറിനൊക്കെ ഇനി അങ്ങോട്ടുള്ള ഇൻ്റർനെറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനൊരു കണക്ഷൻ വരും ഈ ഒരു LAN ENA ഫയർവാളിൻ്റെ. അപ്പോൾ ആ ഒരു LAN ENA നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഈ ഒരു ലാസ്റ്റ് തേർഡ് ഇൻ്റർഫേസ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ബൈ ഡിഫോൾട്ട് ഫയർവാളിൻ്റെ കൂടെ തന്നെ ക്രിയേറ്റ് ആയി വരുന്ന WAN ഇൻ്റർഫേസിനും പിന്നെ ഈ പറഞ്ഞ LAN ഇൻ്റർഫേസിനും കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. WAN ഇൻ്റർഫേസിന് ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും പ്രോട്ടോകോൾസ് അലോ ചെയ്തുകൊണ്ടുള്ളത്. പിന്നീട് LAN ഇൻ്റർഫേസിന് തൽക്കാലം അലോ ഓളാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ രണ്ട് ഇത് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് നമുക്ക് വേണം ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും. അത് ഒന്നുകിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു വിസാർഡിൽ നമുക്ക് അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓൾറെഡി ഉള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അത് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ തന്നെ പോവാം. നമുക്ക് ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. WAN ഇൻ്റർഫേസിനുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പും LAN ഇൻ്റർഫേസിനുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പും അല്ലേ. ഇതേ പേര് തന്നെ കോപ്പി ചെയ്തെടുത്തിട്ട് ഞാനത് തന്നെ ക്രിയേറ്റ് ചെയ്യാം ഇതേ പേര് തന്നെ. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് AWSൻ്റെ കൺസോൾ എടുത്തു. അതിൽ ഇൻസ്റ്റൻസസിൽ വന്നിട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ വേറൊരു ടാബിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത് രണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പാണ്. ഒന്ന് ആ ജെം സെർവറിനും പിന്നെ ഉള്ളത് വെബ് സെർവറിനും ഉള്ള രണ്ട് സെക്യൂരിറ്റി ഗ്രൂപ്പാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ന്യൂ സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തു. ഞാനതിന് പേര് കൊടുത്തു WAN ഇൻ്റർഫേസിനുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. VPC നമ്മുടെ Forti VPC ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് ഇൻബൗണ്ട് റൂൾസ് ഏതൊക്കെയാണ് നമുക്ക് വേണ്ടിയിരുന്നത്. നമ്മളിവിടെ ഈ ഒരു ആർക്കിടെക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ SSH, HTTP, HTTPS, ICMP പിന്നെ കസ്റ്റം പോർട്ട് 8843 ഇതിലോട്ടുള്ളത്. ഓക്കെ, അതതിൻ്റെ വെബ് ഇൻ്റർഫേസ് ഈ ഒരു പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോർട്ട് സ്പെസിഫിക് ആയിട്ട് കസ്റ്റം പോർട്ടായിട്ട് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും പോർട്ട്സ് നമുക്കിവിടെ അലോ ചെയ്യാം. നമുക്ക് ആദ്യം SSH സെലക്ട് ചെയ്തു. ഞാനിപ്പം എനിവേർ തന്നെ കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു IP-യിൽ നിന്നൊന്നും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, SSH. പിന്നീട് വന്നിട്ട് നമുക്ക് HTTP, അതും എനിവേർ ഓൾ തന്നെ കൊടുത്തു. പിന്നീട് HTTPS വേണം നമുക്ക്, HTTPS. പിന്നെ നമുക്ക് കസ്റ്റം പോർട്ടിൽ വന്നിട്ട് ഏത് പോർട്ടാണ് വേണ്ടത്, 8843 വേണം. ഓക്കെ, നമുക്ക് 8843 കൊടുത്തു. അതും ഞാൻ എനിവേർ തന്നെ കൊടുത്തു. പിന്നെ നമുക്ക് ICMP പിങ് എന്തെങ്കിലും ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ICMP പ്രോട്ടോക്കോളും എനിവേർ തന്നെ ഇത്രയും എനേബിൾ ചെയ്യാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ റൂൾസ് ഞാനിവിടെ പറഞ്ഞു കൊടുത്തു ഇൻബൗണ്ട് റൂൾസായിട്ട്. ഔട്ട്ബൗണ്ട് റൂൾസ് പറഞ്ഞിട്ട് അലോ ഓൾ ട്രാഫിക് തന്നെയാണ് ബൈ ഡിഫോൾട്ട്. എന്നിട്ട് ഞാൻ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെയും കൂടെ സെലക്ട് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തു. അപ്പോൾ ആ ഒരു WAN ഇൻ്റർഫേസിനുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പും ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു WAN ഇൻ്റർഫേസിനുള്ള നമുക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ്സിനൊക്കെ പേരും കൂടെ ഒരു ടാഗും കൂടെ ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, അതുപോലെ മുമ്പ് ക്രിയേറ്റ് ചെയ്ത രണ്ടിനും ആ ഒരു ടാഗ് നമുക്കിപ്പോൾ തന്നെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഈ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പും കൂടെ വേണം നമുക്ക് അതിൻ്റെ LAN ഇൻ്റർഫേസിന് വേണ്ടിയിട്ടല്ലേ. അപ്പം അതായത് ഈ ഒരു ഇൻ്റർഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. അതും ഇതുപോലെ തന്നെ ന്യൂ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തു, പേര് കൊടുത്തു, VPC സെലക്ട് ചെയ്തു. നമ്മൾ റൂൾസിൽ അത് അലോ ഓൾ കൊടുക്കുകയാണ് തൽക്കാലം. ഓൾ ട്രാഫിക് അങ്ങ് ഞാൻ കൊടുക്കുകയാണ്, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് കൊടുത്തു. അപ്പം ആ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പും ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അതിന് ഞാനിവിടെ ടാഗ് നെയിം ആ ഒരു പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത്രയും സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർട്ടിഗേറ്റ് ഫയർ വാൾ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ഫോർട്ടിഗേറ്റ് ഫയർ വാളിൻ്റെ ഇൻസ്റ്റൻസ് ആ ഒരു VM ഡിപ്ലോയ് ചെയ്യും, അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്തായാലും അത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ബൈ ഡിഫോൾട്ട് ഈ ഒരു വാൻ ഇൻ്റർഫേസ് ക്രിയേറ്റ് ആവും. പക്ഷേ ലാൻ ഇൻ്റർഫേസ് ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫയർവാൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ലാൻ ഇൻ്റർഫേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ആ ഒരു കറക്റ്റ് മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതിനുവരെ ഞാനിപ്പോൾ ഇവിടെ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്, ആ ഒരു ലാൻ ഇൻ്റർഫേസും കൂടെ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കി മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മുടെ EC2 ഇൻസ്റ്റൻസിൻ്റെ ആ ഒരു സർവീസ് സെക്ഷനിൽ തന്നെ പോയിട്ട് അവിടെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നെറ്റ്വർക്ക് ഇൻ്റർഫേസസ്. അപ്പോൾ അതിൽ ഓൾറെഡി 2 ENA ഇൻ്റർഫേസസ് ആണ് ഇപ്പം ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? അത് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് നമ്മുടെ ഈ വെബ് സെർവറിൻ്റെതും പിന്നുള്ളത് ജെം സെർവറിൻ്റെതുമാണ്. നമ്മൾ അങ്ങനെ 2 ഇൻസ്റ്റൻസസ് ആദ്യം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെതാണ് ഈ ഒരു 2 നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് ഇവിടെ ഓൾറെഡി കാണിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി ആ ലാൻ ഇൻ്റർഫേസും കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഫയർ വാളിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് എടുക്കുക. അതിൽ നമുക്ക് ആ ഒരു പേര് കറക്റ്റായിട്ട് കൊടുക്കാം ഇവിടെ. കാരണം പിന്നീട് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പേരുകൾ കറക്റ്റ് കൊടുത്തു പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ആ ഒരു പേര് കറക്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു സബ്നെറ്റ് സെലക്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഏത് സബ്നെറ്റാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്? അതാണ് നമുക്കിനി അടുത്ത് നോക്കേണ്ടത്. സബ്നെറ്റ് ഈ ലാൻ ഇൻ്റർഫേസ് വരുന്നത് എവിടെയാണ് ശരിക്കും വരുന്നത്? ആ ഒരു ലാൻ സബ്നെറ്റിൽ വേണം അത് ശരിക്കും വരാനായിട്ട്. ഓക്കെ, കാരണം അത് ലാൻ സൈഡിലാണ് കണക്ടിവിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സബ്നെറ്റ് റേഞ്ച് എത്രയാണ് നമുക്ക് വന്നിട്ട്? ലാൻ സബ്നെറ്റ് 10.100.0.0 അല്ലേ? 10.100.0.0 ഇതിൻ്റെത് വന്നിട്ട് 10.116.0 എന്നും പറഞ്ഞിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു CIDRൽ ഈ ഒരു സബ്നെറ്റിൽ പ്രൈവറ്റ് സബ്നെറ്റിൽ വേണം നമുക്ക് ഈ ഒരു ലാൻ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടെ ലാൻ സബ്നെറ്റ് നമുക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അത് നമ്മുടെ VPCയിൽ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തിട്ട് നമുക്ക് സബ്നെറ്റ്സ് ഇവിടെ എടുക്കാം. ലാൻ സബ്നെറ്റ് കണ്ടില്ലേ, ഇതാണ് ലാൻ സബ്നെറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കണ്ടില്ലേ, 10.100.0.0 അത് തന്നെയാണ് നമ്മുടെ 10.100.0.0. ആ ഒരു സബ്നെറ്റ് തന്നെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ലാൻ സബ്നെറ്റ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ ഉള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാൻ സബ്നെറ്റ് ആണ്. ഓക്കെ, അതല്ല വേണ്ടത്, നമുക്ക് ലാൻ സബ്നെറ്റ് തന്നെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ പ്രൈവറ്റ് IP അഡ്രസ്സ് ഇത് ഓട്ടോ അസൈൻ ആവണോ കസ്റ്റം വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഇതിൻ്റെ ഒരു ലാൻ ഇൻ്റർഫേസാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു സ്റ്റാറ്റിക് IP അല്ലെ നമുക്ക് ഇത് ഒരെണ്ണം ഫിക്സഡ് ആയിട്ട് ഇവിടെ കൊടുക്കാം. ഓട്ടോ അസൈൻ ആവണ്ട എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ ഒന്നുകൂടെ ഇവിടെ കസ്റ്റം ഓപ്ഷൻ എടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു IP അഡ്രസ്സ് ഇവിടെ അതിന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. 10.0.10 എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. അതായത് ഈ പറഞ്ഞ റേഞ്ചിലുള്ള പ്രൈവറ്റ് സബ്നെറ്റിൻ്റെ റേഞ്ചിനകത്തുള്ള ഒരു IP അഡ്രസ്സ് സ്റ്റാറ്റിക്കായിട്ട് ഞാനിവന് ഈ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിവനെ പറഞ്ഞു കൊടുത്തങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് അവൻ്റെ ഇൻ്റർഫേസിൽ. ഓക്കെ, പിന്നീട് ഇവിടെ ഈ ഓപ്ഷൻസ് ഒന്നും കൊടുക്കണ്ട, ഇതൊന്നും എനേബിൾ ചെയ്യേണ്ട. നിങ്ങൾ ഈ IP അഡ്രസ്സ് മാത്രം ഇവിടെ ഫിക്സഡ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഇൻ്റർഫേസിന് ഇവന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ. അതായത് ഏതാണ്? ഫോർട്ടിഗേറ്റ് വാൻ ഇൻ്റർഫേസ് അല്ല, ഈ ലാൻ ഇൻ്റർഫേസ്, അതും കൂടെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതും കൂടെ അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലാൻ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. IP അഡ്രസ്സ് അവന് ഫിക്സഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച സെക്യൂരിറ്റി ഗ്രൂപ്പും ആ ഒരു ENAയിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവനൊരു പേരും കൂടെ വേണമെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തേക്കാം. ഈ ഒരു ഓക്കെ, ആ പേര് നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ നെയിം എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പേരും കൂടെ അങ്ങ് ഇവിടെ തന്നെ കൊടുത്തേക്കാം. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് നമുക്കിവിടെ പേരും കൂടെ ഞാനങ്ങ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ക്രിയേറ്റ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കൊടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നു. മുമ്പ് രണ്ടെണ്ണം കാണിക്കുന്നത് ആ ഒരു നമ്മുടെ രണ്ട് സെർവേഴ്സിൻ്റെയാണ്, ഒന്ന് ജെം സെർവറിൻ്റെയും പിന്നെ വെബ് സെർവറിൻ്റെയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻ്റർഫേസ് ഇതാണ്. ഇപ്പോൾ ഈ ഇൻ്റർഫേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. VPC എല്ലാം സെയിം തന്നെയാണ് അതിന്. ഓക്കെ, സെക്യൂരിറ്റി ഗ്രൂപ്പും കറസ്പോണ്ടിങ് അസോസിയേറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗ്രൂപ്പൊക്കെ ഇവിടെ കാണിക്കും. മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഇവന് വന്നിട്ട് പ്രൈവറ്റ് IP മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ ഏതുപോലെ വെബ് സെർവർ പോലെ പ്രൈവറ്റ് IP മാത്രമേ ഉള്ളൂ, പബ്ലിക് IP ഇല്ല. കാരണം അത് ലാൻഡ് സൈറ്റിലാണ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഏതാണെന്ന് കാണിക്കും. അതുപോലെ അവൻ്റെ IP അഡ്രസ്സ് കണ്ടില്ലേ, പബ്ലിക് IP അഡ്രസ്സ് ഇല്ല അവൻ ആ ഒരു ലാൻഡ് സൈഡ് ആണ്ട് ലാൻ IP മാത്രമേ ഉള്ളൂ. ഇതാണ് 10.100.0.10. അപ്പോൾ ഈ ഒരു IP അഡ്രസ്സാണ് അവന് ഉള്ളത്. അപ്പോൾ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ലാൻ ഇൻ്റർഫേസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. അവൻ ആ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് IP നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഈ ഒരു FortiGate ഫയർവാൾ അങ്ങ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് ചെറിയ ആർക്കിടെക്ചറൽ നമ്മളീ വരച്ചിരിക്കുന്ന ഫിഗറിൽ ഒന്ന് രണ്ട് അഡീഷൻസും കൂടെ നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവന് ഒരു ഇൻ്റർഫേസ് കാണിച്ചിട്ടില്ല, പക്ഷേ ആക്ച്വലി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർഫേസിൻ്റെ സിമ്പലും കൂടെ നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇവനൊരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ആക്ച്വലി അത് ഫിഗറിൽ കാണിച്ചിട്ടില്ലായിരുന്നേ ഉള്ളൂ. ഇവനൊരു ഇൻ്റർഫേസ് ഉണ്ട്. നമുക്ക് അതിന് IP കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. കാരണം അത് വാൻ സൈഡിൽ വരുന്നതാണ്. അവൻ്റെ IP എത്രയാണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ നമുക്ക് പിന്നീട് ഇവിടെ പോപ്പുലേറ്റ് ചെയ്യാം ഈ ഫിഗറിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മൊത്തം. പിന്നെ അതുപോലെ ഇവൻ ഇൻ്റർഫേസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവന് പിന്നെ ഇങ്ങോട്ടൊരു കണക്ഷൻ വരും. അത് നമുക്ക് ഫയർവാൾ ക്രിയേറ്റ് ചെയ്ത ശേഷം ആക്ച്വലി ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇവന് ഈ ഒരു ഫയർവാളും കൂടെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ട് റൂട്ടിംഗ് ടേബിളിൽ മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കണക്ഷൻ കൂടെ ഇങ്ങോട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഈ ഒരു FortiGate ഫയർവാൾ എങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കാം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട്.